ഹായ്, ഒച്ചേക്കോ ചാറ്റ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നില. എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത് ഒച്ചേക്കോ ഫിലിമിൽ ആക്ട് ചെയ്ത ഉണ്ണേട്ടനാണ്. ഹായ് ഉണ്ണേട്ടാ. ഹലോ. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. എന്തിനാണെന്നറിയോ? ഇല്ല. ഒച്ചേക്കോയിൽ അവാർഡ് കിട്ടിയതിന് ബെസ്റ്റ് ആക്ടറായിട്ട്. ഓ, താങ്ക് യു. എവിടെയായിരുന്നു? തമിഴകം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റ്. ഓക്കെ, അവാർഡ് കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അവാർഡ് കിട്ടുന്ന എനിക്കും എൻ്റെ ഫാമിലിക്ക് ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അവാർഡ് വന്നത്. അപ്പോൾ എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്, ഞാൻ അറിഞ്ഞ പാടെ എനിക്ക് ഫുൾ ഓഫ് എനർജി കയറി. ഞാൻ ഫുൾ സന്തോഷിച്ചു. പിന്നെ എൻ്റെ റിലേറ്റീവ്സിനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. ഞാൻ ഒരാളെ തന്നെ മിനിമം 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. പിന്നെ ആ വീടിന് ചുറ്റും തന്നെ 5 പ്രാവശ്യം അങ്ങനെ തുള്ളിച്ചാടി ഓടിയിട്ടുണ്ടാവും. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ വേറെ അമ്മേൻ്റെ അടുത്ത് തന്നെ 3-4 പ്രാവശ്യം അമ്മ എനിക്കാണോ. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ വീട്ടിലവിടെ 2 പേര് പറഞ്ഞു. ഒന്ന് അമ്മയും ഒന്ന് ചീക്കും. അമ്മ പറഞ്ഞ സന്തോഷ കണ്ണീരായിരുന്നു. പക്ഷെ ചീക്കു പറഞ്ഞ എനിക്ക് കിട്ടിയില്ല, പക്ഷെ ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി അവളെ മൂപ്പിക്കും. നിനക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് കിട്ടിയെന്നുകൊണ്ട്. അപ്പോൾ അവൾ പിന്നെയും പോകാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ രസം. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ പോയി. അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടിയോണ്ട് ഒരു സന്തോഷം തോന്നി. അച്ഛനും അമ്മയും ചീക്കോ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? അച്ഛൻ ഈ സാധനം വന്നപ്പോൾ അച്ഛൻ ഓഫീസിലായിരുന്നു. അപ്പോൾ അച്ഛൻ അറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ എന്നെ ആ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഉണ്ണി കിട്ടിയല്ലോ, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് അച്ഛൻ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ അമ്മ എനിക്കൊരു അവിടെ നിന്ന് ഒരു മിഠായിയൊക്കെ വാങ്ങിച്ചു തന്നു ഇത് കിട്ടിയോണ്ട്. അതുകൊണ്ട് ചീക്കു പിന്നെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. അവിടെ പിന്നെ അമ്മയും എൻ്റെ കസിൻസൊക്കെ കൂടി അവിടെ ഒന്ന് അടക്കി എങ്ങനെയൊക്കെയോ. പിന്നെ പീച്ചസ് ഈ സിനിമ ചെയ്യുമ്പോൾ പീച്ചസ് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ മോസ്റ്റ്ലി ചെയ്തേക്കണേ. അപ്പോൾ പീച്ചസിന് ടെൻഷൻ അല്ലേ തോന്നിയിട്ടുണ്ടോ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. എൻ്റെ ആദ്യത്തെ മൂവിയാണിത്, ആദ്യമായിട്ട് ആക്ട് ചെയ്യണതാണ്. അപ്പോൾ ആദ്യമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഒരു സ്ലൈറ്റ് ടെൻഷൻ ഉണ്ടാവില്ലേ, ഒരു വരി ഇതൊക്കെ ആയിട്ട്. അതുപോലെ ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പീച്ചുവിൻ്റെ കസിൻസ് റിലേറ്റീവ്സ് അവരൊക്കെ എന്താ പറഞ്ഞേ? അവര് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ആക്ട് ചെയ്തതാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ടീച്ചേഴ്സ് അല്ലേ പറഞ്ഞോ? ടീച്ചേഴ്സ് കണ്ടിട്ടില്ല, കൂടുതൽ എനിക്കറിയില്ല. അതാ ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ട്. എന്നോട് എൻ്റെ സ്കൂളിലുള്ള കുറേ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഈ നന്നായിട്ട് ചെയ്തു. കുറേ ടീച്ചേഴ്സ് നിൻ്റെ പേരും എടുത്തിട്ടുണ്ട്. ഇപ്പം എലിസ മാഡം അങ്ങനെ കുറേ ടീച്ചേഴ്സ് നിൻ്റെ പേരൊക്കെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ട്. ഈ ലൊക്കേഷൻ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കുറേ ഉണ്ട്. ഇപ്പം എല്ലാ ദിവസവും ഒരു മെമ്മറി പോലെയാണ്. ഇപ്പം ഇനി ഞങ്ങൾക്ക് ആ മെമ്മറി കിട്ടൂല. ഇപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ഷോർട്സ് ഉണ്ടല്ലോ, ഗൈസ് കല്ലെറിയണു ഗൈസ് എന്നിട്ട് പാച്ചുവിൻ്റെ ഒരു ഇത്. അതിൽ പാച്ചു ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ കല്ലൊക്കെ എറിയുമ്പോൾ അവനിങ്ങനെ അമ്മയെ 10 എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സന്തോഷം. പിന്നെ ബിഹൈൻഡ് ദ സീൻസിൽ ഇങ്ങനെ ആക്ട് ചെയ്യും. പിന്നെ കോമഡിയും ഓരോ കോമളത്തേനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ നന്ദുവിനൊക്കെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ കോമാളത്തേരും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെന്താ ഇങ്ങനെ ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും വിനോദങ്ങളൊന്നും ചെയ്യില്ല. വിനോദങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങി ചെയ്യുള്ളൂ. അപ്പം തന്നെ ഞങ്ങൾക്ക് നിൽക്കും. പിന്നെ ഇടക്കിടക്ക് വിനോദങ്ങളെ ക്യാമറ എടുത്ത് ഞാൻ ചുമ്മാ 1-2 ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെന്താ വിനോദങ്ങൾ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സോഡ, ഗോബി, സമോസ അതൊക്കെ കഴിക്കാൻ പോകും. അപ്പോൾ അവിടെയും പിന്നെ ചില്ലായിട്ടിരിക്കും. അങ്ങനെയൊക്കെ പോകും. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ പീച്ചുവിന് ഈ ടെൻഷൻ വന്നിട്ട് ഡയലോഗ് പറഞ്ഞു അവരെ ചിരിക്കുക, അവരുടെ മുഖം കാണുമ്പോൾ ഇപ്പം എന്തെങ്കിലും ചിരി വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോന്നാറുണ്ടോ? അങ്ങനെ കുറച്ച് വെറൈറ്റി ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരും. അത് കഴിഞ്ഞ് പിന്നെ സ്ലൈറ്റ് ടെൻഷനൊക്കെ കാരണം പിന്നെ ഇതൊക്കെ എന്താണ് പറയേണ്ടതെന്നൊക്കെ മറന്നു പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിനോദങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ മൂവി ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ട് വിനോദങ്ങൾ ചെയ്തതാണോ കേട്ടായിരുന്നല്ലോ ഞാൻ. അത് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഒരു 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ വിനോദങ്ങൾ ഒരു സോങ് എടുത്തിട്ടുണ്ട്, ബിലീവർ എന്ന് പറഞ്ഞിട്ട്. ആ ഫുട്ബോളിൻ്റെ ഒരു തീമായിരുന്നു. അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ണൻ, പാച്ചു, കിച്ചു ഈ ബാക്കി എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഗെയിമാണ് ഫുട്ബോൾ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബാഡ്മിൻ്റൺ ആയിരുന്നു. പിന്നെ എനിക്ക് കഥ എഴുതാൻ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ 1-2 കഥയൊക്കെ എഴുതി വിനോദങ്ങൾക്ക് കൊടുക്കും.
പിന്നെ വിനോദങ്ങളിൽ ഇടക്കിടക്ക് ഞാൻ ചോദിക്കും, വിനോദങ്ങളെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം എപ്പോഴാണ്, വിനോദങ്ങളെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം എപ്പോഴാണ്. ഞാൻ ഇങ്ങനെ വിനോദങ്ങളെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും ഫുൾ ടൈം. പിന്നെ ഞാൻ തന്നെ കുറേ കഥകളൊക്കെ എഴുതി, ഇവിടെ നടക്കാത്ത ഒടുക്കത്ത പൈസയൊക്കെ പോണ ഒരു കഥ 2-3 കഥകളൊക്കെ എഴുതി വിനോദങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ വിനോദങ്ങൾ പറയും, എന്താ അതൊന്നും ഇവിടെ പറ്റില്ലടാ, നമുക്ക് നമ്മുടെ റേഞ്ചിലൊക്കെ വരുന്ന കഥ പഠിക്കാം. പിന്നെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ കാഷ്വലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിനോദങ്ങളോട് പറഞ്ഞു, വിനോദങ്ങളെ ഒരു ബാഡ്മിൻ്റൻ്റെ കഥ പിടിച്ചാലോ, എന്തായാലും ഫുട്ബോളിൽ പിടിച്ചിട്ടുണ്ടല്ലോ, എന്തായാലും ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞു പിടിച്ചാലോ. അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ബാഡ്മിൻ്റൻ്റെ അങ്ങനെയാണ് ഇപ്പോൾ ഓച്ചിക്കു എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത് തന്നെ. ഇനിയും ചാൻസ് കിട്ടിയ അഭിനയിക്കുമോ? ഉറപ്പായിട്ടും. ഇപ്പം ഇത് ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇപ്പം എനിക്ക് ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇനി ഞാൻ അച്ചീവ്മെൻ്റ് അല്ല, ഇനി ഞാൻ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇത്രയും ഞാൻ ഇത്രയും എന്താ പറയുക ഒരു ആക്ടിങ് സ്കിൽസ് ഇല്ലാതെ എനിക്ക് ഈ അച്ചീവ്മെൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇച്ചിരിയെങ്കിലും ഉണ്ട്. അപ്പോൾ ഇനി എന്ത് ചാൻസ് കിട്ടിയാലും ഞാൻ അത് മിസ് ചെയ്യൂല, കോളേജിലായാലും സ്കൂളിലായാലും. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ പിച്ചുവിനോട് എന്താ പറഞ്ഞത്? എന്നോട് കുറച്ച് പേര് കണ്ടു, അവർ നല്ലതെന്ന് പറഞ്ഞു, ആക്ട് ചെയ്തുകൊണ്ട് നല്ലോണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പീച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാ ഈ സിനിമയിൽ? എനിക്ക് ഇതിൽ ഈ കണ്ണേട്ടൻ ഇങ്ങനെ സ്റ്റൈല് മാറിയിട്ട് പോവില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നെയും കിച്ചുനെയും കാണുമ്പോൾ. ഉണ്ണിയേട്ടന് ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആകെ ഒരു കാര്യം പറയാനുള്ളൂ, ഇപ്പൊ ചെറുത് വലുത് അല്ലാതെ ഇവൻ ചെയ്ത പൊട്ടയായിരിക്കും അങ്ങനെ ഒരു സാധനം കമ്പയർ ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ കർണാടകയിലാണ്. അപ്പോൾ എന്താ ഞങ്ങളുടെ മോസ്റ്റ് ഫ്രണ്ട്സും നോൺ മലയാളീസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വിനോദങ്ങൾ ഡയറക്റ്റ് ചെയ്ത ഫിലിമിൽ ഞാൻ അങ്ങനെ ഒരു റോളിലാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്താ പറഞ്ഞു, നീ തടിയനാണ്, നിന്നെ കൊണ്ട് പറ്റൂല, നിനക്കൊന്നും പറ്റൂല, നിനക്ക് ആക്ടിങ് ഒന്നും അറിയില്ല. അപ്പോൾ അവർ ഫുള്ള് ഡീമോട്ടിവേറ്റ് ചെയ്യായിരുന്നു എന്നെ. പക്ഷേ എന്നെ വിനോദങ്ങളും വിൻസെൻ്റെയും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ആ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ ആക്ടിങ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അവരുടെ ഈ മോട്ടിവേഷൻ കൊണ്ടാണ് എനിക്ക് ഈ അച്ചീവ്മെൻ്റ് തന്നെ കിട്ടിയത്. അപ്പോൾ ചെറുതായാലും വലുതായാലും ഒന്നും ആൾക്കാർ കമ്പയർ ചെയ്യരുത്. പിന്നെ ആ ചെറുതിൽ തന്നെ അവരുടെ കഷ്ടപ്പാട് കുറേ ഉണ്ടാവും. ഇപ്പോൾ വിനോദങ്ങൾ തന്നെ എല്ലാ ദിവസവും 12 മണിയൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ഇത്രയും ഹിറ്റായത്. അപ്പോൾ വിനോദങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാട് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ഇത് കിട്ടിയത്. ഞങ്ങളുടെ കൊച്ചു സിനിമ ഓച്ചിക്ക് എന്ന കൊച്ചു സിനിമ കണ്ടിട്ട് ഞങ്ങളെ എൻകറേജ് ചെയ്തവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കും വളരെ നന്ദി. ഞങ്ങളുടെ ഈ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ സിനിമ, ഈ കൊച്ചു സിനിമ ഓച്ചിക്ക് എന്ന കൊച്ചു സിനിമ യൂട്യൂബിൽ മൂവി ഇൻ ലാബ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ട്. തീർച്ചയായും പോയി കാണുക. നന്ദി. താങ്ക് യു.